വെൽക്കം ടു പ്രവീസ് കിച്ചൺ. അപ്പം നമ്മളിന്ന് ഒരു ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ടൊരു കൂട്ടുകറി ഉണ്ടാക്കും. അതായത് നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ടല്ല, നമ്മൾ വീട്ടിലും സമയമുള്ളപ്പോൾ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്നൊരു കൂട്ടുകറി, പെട്ടെന്നൊരു ചോറിന് എന്തെങ്കിലും ഒരു സൈഡായിട്ട് വേണം, ഒന്നും ഇല്ലാത്ത സമയത്ത് ആക്കാനൊക്കെ പറ്റുന്ന. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പെട്ടെന്ന് ആക്കണമെങ്കിൽ കടല തലേന്ന് വെള്ളത്തിലിടും. തലേന്ന് ഇടണമെന്നില്ല, രാവിലെ ഇട്ടാൽ മതി. എന്നിട്ട് വേണേൽ വൈകുന്നേരം ചെയ്യാം. അപ്പം ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതായത് കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ കടലയും കായും, നമ്മൾ പച്ചക്കായി, അതും മഞ്ഞളും മുളകും ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചതാണ്. ഇത് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ അതിലേക്കുള്ള വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറുതാക്കി അരിഞ്ഞ 2 സവാള, വറ്റൽമുളക്, പിന്നെ കുറച്ച് തേങ്ങ. പിന്നെ നമുക്ക് വേണ്ടത് ഓയില്, കടുക് പൊട്ടിക്കണം. ഇത് ഏറ്റവും എളുപ്പം. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കൂട്ടുകറിയാണ്. കൂട്ടുകറി പലതരത്തിലും വെക്കാം, നല്ല ഡീറ്റെയിൽ ആയിട്ട് വെക്കാം, ഏറ്റവും സിമ്പിളായിട്ട്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് തലേന്ന് കടല കുറച്ച് വെള്ളത്തിലിട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു സൈഡായിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ രാവിലെ മക്കൾക്കൊക്കെ ഹസ്ബൻഡിനൊക്കെ കൊണ്ടുപോകാൻ വേണമെങ്കിൽ കൊടുക്കാനും ഒക്കെ പറ്റുന്ന എളുപ്പം. ഞാൻ ഏറ്റവും ചുരുങ്ങിയ രീതിയിലൊരു കൂട്ടുകറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് അതുപോലെ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടുകറി ഉണ്ടാക്കാം. നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, ഗ്യാസ് കത്തിച്ചു, നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് എടുക്കാം. കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അല്ലെങ്കിൽ സവാള ഇടാം. ആദ്യം വറ്റൽമുളക് ഇടാം, എന്നിട്ട് സവാള ഇടാം. നല്ലോണം വഴറ്റിയെടുക്കാം. ആ വഴഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ ഇടാം. എന്നിട്ട് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചാണ് നമ്മളെ കടലയും കായും മഞ്ഞൾ മുളകും ഉപ്പിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചത്. കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടു. പെട്ടെന്ന് നമുക്ക് കൂട്ടുകറി സാധാരണ ചേന ഒക്കെ വേണം, പക്ഷേ ചേനയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ അതിലുള്ള 2 സാധനം വെച്ച് ഒരു കൂട്ടുകറി. കടുക് കൂട്ടി നമുക്ക് വറ്റൽമുളക് ഇട്ടു. വറ്റൽമുളക് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇടാം. അപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിന് ശേഷം വറ്റൽമുളക്, സവാള ഇട്ടു. ഞാൻ ചെറിയ 2 സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ വഴറ്റി. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ സവാള ഒന്ന് വഴന്ന് വരട്ടെ. അപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അല്ലെങ്കിൽ വറ്റൽമുളക്, സവാള നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ. അപ്പം നമ്മളെ തേങ്ങയും കൂടി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ തേങ്ങയും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായി. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച കായും കടലയും, പച്ചക്കായും കടലയും മഞ്ഞൾ മുളക് ഉപ്പിട്ട് വേവിച്ച് വെച്ചത് നമുക്കിതിലേക്ക് ഇടാം.
അപ്പോൾ നമ്മൾ കായും കടലയും നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിമ്പിൾ ഒരു കായും കടലയും വെച്ചിട്ടുള്ള ഒരു കൂട്ടുകറി റെഡി. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും ഷോർട്ടായിട്ട്, ഡീറ്റെയിൽ ആയിട്ടല്ല, ഷോർട്ടായിട്ട് പെട്ടെന്ന് ഒരു സൈഡ് ചോറിന് സൈഡ് വേണമോ രാവിലെ പെട്ടെന്ന് ഒരു കടല കുറച്ചുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാനൊക്കെ പറ്റിയ സംഭവം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒക്കെ സെറ്റായി. ഇതാണ് നമ്മളുടെ കടലയും പച്ചക്കായും വെച്ചിട്ട് കൂട്ടുകറി. നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം നമ്മളുടെ കൂട്ടുകറി സെറ്റ് അത് ആയി. നമ്മൾ ബൗളിലേക്ക് മാറ്റുകയും ചെയ്യും. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതായത് ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ രാവിലെയൊക്കെ നമുക്ക് കുറച്ച് കടലയും കായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഗോണസ്റ്റേക്ക് നോക്കാം. സൈഡ് ഡിഷായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മെയിൻ ഡിഷായിട്ട് കൊടുക്കുക. എന്തെങ്കിലും ചാറുകറിയുടെ കൂടെയൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഐറ്റം വെച്ചിട്ടുള്ള സൂപ്പർ കൂട്ടുകറി വേറെ ഉണ്ട്. ഇത് പെട്ടെന്ന്, അതായത് ഇപ്പം സ്കൂളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്താണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ